പറയാൻ മാത്രം അറിയുന്ന, കിടന്ന് പിന്നെ ചെരിഞ്ഞ് പിന്നെ മുട്ടുകുത്തി പതുക്കെ എണീക്കാൻ ദുർബലതകളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു തുടങ്ങിയതാണ്. പിന്നെ ആ ദുർബലതകളൊക്കെ മാറി നിങ്ങൾക്കൊരു ശക്തിവത്തായ പ്രായം തന്നിട്ടുണ്ട്. അതാണ് യുവത്വം, യൗവനം എന്ന് വിളിക്കുന്നത്. പക്ഷെ അവിടെ അവസാനിച്ചില്ല. ആ ശക്തി കഴിഞ്ഞാൽ പിന്നെ ഒരു കാലം നിങ്ങൾക്കുണ്ട്, ദുർബലതയുടെ നരബാധിക്കുന്നൊരു പ്രായം, വാർദ്ധക്യം വരാനുണ്ട്. അള്ളാഹ് അങ്ങനെയാണ്, അവൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ സൃഷ്ടിക്കും. വഹുവൽ അലീമുൽ ഖദീർ, അവൻ എല്ലാം അറിവുള്ളവനും എല്ലാത്തിനും കഴിവുള്ളവനാണ്. സൂറത്ത് റൂമിൻ്റെ 54-ാമത്തെ ആയത്ത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്കെല്ലാം അറിയാം, നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യം മുതൽ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ വരെ ഇത്ര പ്രായമുള്ള ആളുകളെ വേണമെന്ന് പറയും. അത് യുവപ്രായക്കാരെയാണ് വിളിക്കുക. സൈന്യത്തിലാവട്ടെ, പോലീസിലാവട്ടെ, രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ഭടന്മാരിലാവട്ടെ, യുവത്വമാണ് അവരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പല നാടുകളിലും അശാസ്ത്രീയമായ ജനന നിയന്ത്രണം വരുത്തിയപ്പോൾ പല രാജ്യങ്ങളിലും യുവാക്കളില്ലാതെ പോയതിൻ്റെ ക്ഷീണം എന്നും മാറിയിട്ടില്ല. പലരും ആ നിയമങ്ങൾ പിൻവലിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രായമെന്ന് പറയുന്നത് ഇന്ന് നന്മയുടെ വാഹകരാകേണ്ടുന്ന ഈ പ്രായത്തിൽ തന്നെയായിരിക്കും തിന്മയുടെ ആളുകളും ഏറ്റവും കൂടാനുള്ളൊരു സാധ്യതയാണ്. അവർ എങ്ങനെയാണോ തെളിക്കപ്പെടുന്നത് അതിനനുസരിച്ച് പോകുന്ന പ്രായമാണ്. കൂടെ ഉള്ളവരൊക്കെ ഒരു ബാഡ് ഐറ്റംസിൽ പെട്ടവരായി മാറിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും ആ കൂട്ടത്തിൽ പേറിപ്പോവും. നല്ല അന്തരീക്ഷം കിട്ടി നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പോണവരാണോ ആ യുവ കൂട്ടായ്മ, ആ കൂട്ടത്തിൻ്റെ ഇടയിൽ അവനും നന്നായിട്ട് പോവും. ഏതിലേക്കും തെളിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നൊരു സമയമാണ് എന്നർത്ഥം. ഇന്ന് യുവാക്കൾക്കിടയിൽ കാണുന്ന ഏറ്റവും വലിയ വരൾച്ച ആത്മീയ വരൾച്ചയാണ് എന്ന് ആദ്യം നമ്മളെല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന നിറഞ്ഞു നിൽക്കുന്ന സഫിൽ ഒരുപാട് യുവാക്കൾ നമ്മൾ കാണുന്നു. അവർക്ക് എന്താണ് കുറവ് എന്ന് ചോദിച്ചാൽ അവർക്കൊരു ആത്മീയതയുടെ കുറവാണ് ഏറ്റവും അവരെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. ചെയ്യുന്ന ഇബാദത്തുകളിൽ, ജീവിതത്തിൻ്റെ വിശുദ്ധമായ രംഗങ്ങളിൽ, അവരുടെ സ്വന്തം മാതാപിതാക്കളോട്, കുടുംബത്തോട്, ഭാര്യയോട്, കുട്ടിയോട് പെരുമാറുന്ന രൂപത്തിൽ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അവർക്കറിവില്ല എന്താണ് ഞാനിത് ചെയ്യേണ്ടത് എന്ന്. ഇവിടെ നിന്നുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട പ്രായമാണ് യുവത്വം. അവന്റെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ വാർദ്ധക്യം വരുന്നതിൻ്റെ മുമ്പ് യുവത്വം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞു പോയിട്ട് പിന്നെ വിലപിക്കരുത്. പ്രായമായ ആളുകളോട് ചോദിച്ചു നോക്കിയും അവരേറ്റവും സന്തോഷിച്ച, അവരേറ്റവും ജീവിതത്തിൽ ഒരുപാട് മഹത്വങ്ങൾ പറയാൻ, ഞാൻ ഇന്നത് ചെയ്തതാണ്, ഇത്ര നല്ല ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയതാണ്, ഇന്ന നിലക്ക് അധ്വാനിച്ച ആളാണ്, ഇന്ന് ഒരു വടി കുത്തിയിട്ട് വേണമെന്ന് പുറത്തിറങ്ങി നടക്കാൻ. അങ്ങനത്തെ ഒരു കാലം വരുന്നതിൻ്റെ മുമ്പ് നീ നിന്റെ യുവത്വം നല്ല കാര്യത്തിന് നന്നായി ഉപയോഗിച്ചോ. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ്റെ ആ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൽ അല്ലാഹ് പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രായമാണ് യുവത്വം. ആ കാൽപാദങ്ങൾ മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല. അവന്റെ ഷബാബിനെ കുറിച്ച് ചോദിക്കും, ഫീമ അഫ്നാ വഫീമ അബ്ല, എവിടെയാണ് ഇത് കൊടുത്തത്? നിന്റെ യുവത്വം നീ എന്തിലാണ് ചെലവഴിച്ചത്? ലഹരിയിലും, സെക്സ് റാക്കറ്റുകളിലും, മൊബൈൽ അഡിക്ഷനിലും, ഗെയിമുകളിലും, വിനോദങ്ങളിലും, തോന്നിവാസങ്ങളിലും ഒക്കെയായിട്ടാണോ? അല്ല, ഒരു സുന്നത്ത് പാലിക്കുന്നിടത്ത്, ഒരു ദീന് പ്രചരിപ്പിക്കുന്നിടത്ത്, ഒരു ഹക്ക് പഠിക്കുന്നിടത്ത്, ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ, ഒരു പള്ളിയുടെ പരിപാലനത്തിൽ, ഒരു സ്വതക്കയുടെ മേഖലയിൽ, ഒരു ചാരിറ്റിയുടെ വകുപ്പിൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സംരക്ഷിക്കുന്ന വകുപ്പിൽ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പ്രായത്തിലായിരുന്നു നാം ഉള്ളത്. എന്നിട്ട് എന്താണ് നാം ചെയ്തത് എന്ന് നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട അപകടങ്ങളെ നമ്മുടെ യുവാക്കൾ നന്നായി തിരിച്ചറിയണം. അതിലേറ്റവും പ്രധാനമാണ് ലിബറലിസവും യുക്തിവാദവും മതനിരാസവും യുവാക്കൾക്കിടയിൽ ഇൻജെക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം വാർത്തകളും ആളുകളും മീഡിയകളും നന്നായി പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രസമുള്ള ലഡുകളിലായിക്കൊണ്ട് കൈപ്പുള്ള ആശയത്തെ അവർ പ്രചരിപ്പിക്കാൻ പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾ എത്രയോ പേർ അത് കേട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു, ഇസ്ലാമിനെ വിമർശിക്കുന്ന, പ്രവാചകനെ പരിഹസിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, സംസാരത്തിൽ നീ പോയി ഇരിക്കരുത്. നിനക്ക് മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ, നിനക്ക് വിശദീകരിക്കാൻ കഴിയില്ലെങ്കിൽ, അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി അൻ ഇദാ സമിഅ്തും ആയാതില്ലാ യുക്ഫറു ബിഹാ.
അള്ളാന്റെ ആയത്തുകളെ നിഷേധിക്കുന്ന ഒരു രംഗം വന്നാൽ വയുസ്തഹ്സഉ ബിഹാ, അതിനെ പരിഹസിക്കുന്നത് നീ ഇങ്ങനെ കണ്ടാൽ ഫലാ തഖഉദൂ മഅഹും, അവരുടെ കൂടെ നീ പോയിരിക്കരുത്. നിനക്കും തോന്നും കുഴപ്പമില്ലല്ലോ എന്ന്. ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി, അവർ മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നത് വരെ അവരുടെ കൂടെ പോയി ഇരിക്കരുത്. അത്ര ഗൗരവത്തോടെ കാണണം. മീഡിയകൾ പല നിലക്കുമുള്ള ഇത്തരം സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ വിമർശനങ്ങൾക്ക് മറുപടി പറയാനും എഴുതുവാനും സംസാരിക്കുവാനുമാണ് നാം ഉണ്ടാകേണ്ടത്. നമ്മുടെ മതത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൽ ബാത്തിലില്ല. അള്ളാന്റെ കലാമില് പ്രവാചകന്റെ ജീവിതത്തിൽ ബാത്തിലായതൊന്നും കടന്നു വരൂല. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈ വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ഇത് അല്ലാഹുവിൽ നിന്ന് വന്ന മതാ. ഈ സന്ദേശങ്ങൾ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാ. ഇതിൻ്റെ പേരിൽ ഒരാളും നിരാശപ്പെടേണ്ടി വരൂല. ഇതിൽ പറഞ്ഞത് മുഴുവൻ ഹക്കാണ്, ലോകത്ത് എന്നും ജ്വലിച്ചു നിൽക്കുന്നതാണ് എന്നർത്ഥം. അതോടൊപ്പം പ്രിയപ്പെട്ട യുവാക്കൾ, നമ്മുടെ നാടിൻ്റെ പൾസറിഞ്ഞ് സ്പന്ദനം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടവർ, നമ്മുടെ ചിന്തയും വിവേകവും ബുദ്ധിശേഷിയും എന്തിലേക്ക് കൊടുക്കുന്നു എന്നിരുന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ തലച്ചോറിനെ, ചിന്തകളെ, വിവേകത്തെ, പക്വതയെ നശിപ്പിക്കുന്ന പലതുമാണ് നമ്മുടെ കൈകളിലേക്ക് ഇന്ന് തന്നിരിക്കുന്നത്. നമ്മുടെ ഡാറ്റകൾ തീരുന്നത് വരെ നമ്മൾ കാണുന്നത് എന്തിനെക്കുറിച്ചാണ്? നമ്മുടെ ബുദ്ധിയെ വല്ലതും വികസിപ്പിക്കുന്നതാണോ? നമുക്ക് എന്തെങ്കിലും നല്ലൊരു ബൂസ്റ്റിംഗ് തരുന്നതാണോ? ഒന്നുമില്ല. ഒരുപാട് പൊട്ടക്കഥകൾ നിറഞ്ഞ ഒരു ലോകത്ത് എന്തൊക്കെയോ കണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന, അതാണ് ജീവിതം, റീൽസ് എടുക്കാൻ വേണ്ടി ട്രെയിനിന് മുകളിൽ കയറി ജീവൻ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരുടെ കഥ. ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസാനത്തെ ഫോട്ടോകൾ എടുത്തിട്ട് ആ വീഴുന്ന ഫോട്ടോ വരെ ക്ലിക്ക് ചെയ്തിട്ട് ഡാമുകളിലേക്ക്, വെള്ളത്തിന്റെ ഒഴുക്കുകളിലേക്ക് ചെന്നുപെട്ട അപകടകരമായ യുവാക്കളുടെ എത്ര വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നാലോചിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ വിമർശനങ്ങൾ ശക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്നത്തെ യുവാക്കൾ എന്തിനായിരുന്നു സമയം കൊടുത്തത്, ചിന്ത കൊടുത്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രൊട്ടക്ട് ചെയ്യാൻ, പ്രവാചകനെ പരിരക്ഷിക്കാൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 30 വയസ്സ് പ്രായമുള്ളപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് വളരെ പക്വമായി പ്രവാചകന്റെ കൂടെ, പ്രവാചകന് എതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനും, ശരീരം കൊണ്ട് പ്രതിരോധം തീർക്കാനും, ആരോഗ്യം കൊണ്ട് ഇസ്ലാമിന് കരുത്ത് കൊടുക്കാനാണ് യുവാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രമിച്ചത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രായം 35 വയസ്സ്. എന്നിട്ട് മക്കയിലുള്ള അങ്ങാടിയിൽ പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, തടുക്കാൻ ധൈര്യമുള്ള, തല്ലാൻ ധൈര്യമുള്ള, ശരീരത്തെ തൊടാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരെ, ഞങ്ങളും മുഹമ്മദും അനുയായികളും ഇവിടുന്ന് ഹിജറ പോവുകയാണ്, തടുക്കാൻ ധൈര്യമുള്ള, മുലപ്പാൽ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ വരെ, അത്ര ശക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ട് അന്തസ്സുയർത്തിപ്പിടിച്ച് മുസ്ലിങ്ങളുടെ ഇസ്സത്തിന് കൊടുത്ത പ്രായമായിരുന്നു 35 വയസ്സ്. നമ്മൾ എവിടെയാണ്? നമ്മൾ എന്തിലാണ്? ചരിത്രം വീണ്ടും പറയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി, അലി റളിയല്ലാഹുവിന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തി ഗ്രന്ഥകാരന്മാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകാൻ നിൽക്കുമ്പോൾ ആ കട്ടിലിൽ ഒരാൾ പകരം കിടക്കണം. ആ പകരം കിടക്കുന്ന വ്യക്തിനെ ചിലപ്പോൾ നബിയാണെന്ന് കരുതി വധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നു. അത് ഞാൻ. ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 15 വയസ്സിൽ താഴെ പ്രായമുള്ള അലി റളിയല്ലാഹു അൻഹു ആ കട്ടിലിൽ കടക്കാനുള്ള അസാമാന്യ ധൈര്യം കാണിച്ചത് പ്രവാചകനെ പ്രൊട്ടക്ട് ചെയ്യാനാ, ഇസ്ലാമിനെ സംരക്ഷിക്കാനാ, നബി ഇവിടുന്ന് പോയതാരും അറിയാതിരിക്കാനാ. ബദറിന്റെ ചരിത്രം പഠിച്ചോ നിങ്ങൾ? ബദറിലെ മരിച്ച 14 സ്വഹാബിമാരുടെ പേരെങ്കിലും പഠിച്ചോ? അതിലൊരു ചെറുപ്പക്കാരന്റെ പേരുണ്ട്, 16 വയസ്സുള്ള ഉമൈർ ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. 16 വയസ്സ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടി ഈ രക്തസാക്ഷിത്വം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുണ്ടായിരുന്നു. ചരിത്രത്തിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, മഹാരഥന്മാരുടെ കൂട്ടത്തിലെ സ്വഹാബിമാരിൽ 10 പേർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഉമ്മ ഒരുപാട് ശ്രമിച്ചു, മോനെ നീ ഇസ്ലാം എന്ന് പോന്നില്ലെങ്കിൽ ഉമ്മ ഇവിടെ കിടന്ന് മരിക്കും, ഞാൻ വെള്ളം കുടിക്കൂല, ഞാൻ ഭക്ഷണം കഴിക്കൂല, എനിക്കൊന്നും വേണ്ട, നീ മതത്തിൽ നിന്ന് പോന്നാ മതി
മതി. ഒരുപാട് ശ്രമിച്ചിട്ടും മകൻ തിരിച്ചു വരുന്നില്ല. അവസാനം ഉമ്മാനോട് മകൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു ചെറുപ്പക്കാരൻ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, ഉമ്മ എൻ്റെ മുമ്പിൽ കടന്ന് 100 തവണ നിങ്ങൾ മരിച്ചു വീണാലും ഈ ദീന് വിടാൻ സഅദ് തയ്യാറല്ല. ഇസ്ലാമിന് വേണ്ടി പറയേണ്ടത് പറഞ്ഞു. എന്നിട്ട് ആദ്യമായി ഒരു രംഗത്തിൽ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് അമ്പെയ്യാൻ വേണ്ടി ഏറ്റവും അറിവുള്ളവൻ സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആദ്യമായി അമ്പെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായമുണ്ട് ചരിത്രത്തിൽ 17 വയസ്സ്. ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പെയ്ത സ്വഹാബി സഅദ് ഇബ്നു അബി വഖാസിന്റെ പ്രായം 17 വയസ്സ്. എന്തിന്? കേരളക്കരയിൽ വിപ്ലവകരമായ ദീനിയായ ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് നായകത്വം വഹിച്ച 2 ഷെൽഫുകളിലും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അമാനി മൗലവി റഹിമഹുല്ലയുടെ പരിഭാഷ നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? 15 കൊല്ലം തൻ്റെ പ്രിയപ്പെട്ട പ്രായം അള്ളാന്റെ കലാമ് പഠിച്ച് വിശദീകരണം ഭൂലോകർക്ക് കൊടുക്കാൻ വേണ്ടി സമയം കൊടുത്തവരുടെ അനുയായികളാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ യൗവനവും പ്രായവും ചോരത്തിളപ്പും പൈസയും പണവും പ്രതാപവും സാലറിയും ബിസിനസ് അക്കൗണ്ടിലെ പ്രോഫിറ്റുകളുമൊക്കെ ഏത് വഴിയിലാണ് പോകുന്നത് എന്നും എൻ്റെ ഊർജവും കഴിവും ശേഷിയും ഞാൻ ആർക്കാണ് കൊടുക്കുന്നത് എന്നും സ്വയം ഒന്ന് വിലയിരുത്തി ഇനിയുള്ള നാളുകളിൽ നല്ല ശക്തമായ ദീനീ രംഗത്ത്, ദഅ്വാ രംഗത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ ധാരാളം അറിവുള്ളവരാകാൻ, അതുപോലെ നാടിനുപകരിക്കുന്ന മഹലിനുപകരിക്കുന്ന ബാപ്പാക്ക് ഉമ്മാക്ക് തണലിട്ട് കൊടുക്കാൻ പറ്റുന്ന ഭാര്യക്ക് ഏറ്റവും മാതൃകയുള്ള ഒരു നല്ല ഒരു ഭർത്താവായി മാറാൻ പ്രിയപ്പെട്ടവരെ സ്വഹാബത്തിന്റെ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഒറ്റ ഭാര്യയുള്ള നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്കും. 11 ഭാര്യമാരോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഒരാളും പറഞ്ഞിട്ടില്ല. അവസാനം മരിക്കുമ്പോൾ നബി തങ്ങളുടെ കൂടെ 9 ഭാര്യമാരാണല്ലോ ഉണ്ടായിരുന്നത്. ആ ഭാര്യമാരോട് ജീവിതം അവർ പറയുന്നുണ്ട്, രാവിലെ സുബ്ഹ് കഴിഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെയും വീട്ടിലേക്ക് ഒന്നിങ്ങനെ പോയി എല്ലാ വിവരങ്ങളൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറയും. എന്നിട്ട് അന്നത്തെ ദിവസം ആരാണോ ആ ഭാര്യൻ്റെ വീട്ടിലേക്ക് താമസിക്കും. വൈകുന്നേരം രാത്രി കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു റൗണ്ട് അടിക്കും. എല്ലാ ഭാര്യമാരോടും വിഷയങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. എന്നിട്ട് അന്ന് രാത്രി താമസിക്കേണ്ട വീട് എവിടെയാണോ അവിടെ താമസിക്കും. അവസാനം സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരൊക്കെ വിളിച്ചിട്ട് അനുവാദം ചോദിക്കുകയാണ്, ഞാൻ ആയിഷ ബീവിൻ്റെ വീട്ടിൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഒന്നാലോചിച്ച് നോക്കണം നിങ്ങൾ. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം എന്ന് ചോദിക്കും. തൻ്റെ ഭാര്യ എന്ന നിലക്ക് ചെയ്യേണ്ടുന്ന ബാധ്യതകൾ വിസ്മരിച്ചില്ല. എന്തിനേറെ ഏറ്റവും പ്രാധാന്യത്തോടെ നമസ്കാരത്തെ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കുമ്പോൾ പ്രിയപ്പെട്ട പേരക്കുട്ടി അങ്ങ് ഷോൾഡറിൽ വന്ന് ഇരുന്നപ്പോൾ നമസ്കാരം അവിടെ നിൽക്കട്ടെ, കുട്ടിക്കൊരു പോറലേൽക്കാൻ പാടില്ല, എൻ്റെ കുട്ടിക്ക് നമസ്കാരം ഒരു ശല്യമാകാൻ പാടില്ല, അതുവരെയും കളിച്ചിരി പറഞ്ഞ് വർത്തമാനം പറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വല്ലിപ്പ നിസ്കാരത്തിൽ ഭയങ്കര കാർക്കശ്യക്കാരൻ ാണെന്ന് തോന്നാതിരിക്കാൻ അവിടെ തന്നെ സുജൂദിൽ കിടന്ന് കുട്ടി അവിടെ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റത് സുജൂദിൽ നിന്ന്. എന്തതെന്നൊക്കെ പഠിക്കേണ്ടത്. കുടുംബത്തിലും ഏറെ മാന്യത കാണിക്കുന്ന വ്യക്തിയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മഹത്തരമായ സാമ്പത്തികമായ ഭദ്രതയും സുരക്ഷിതത്വത്തിനപ്പുറത്ത് ഒരു ഭർത്താവിന് കൊടുക്കേണ്ടുന്ന കരുതലെല്ലാം ഉള്ളപ്പോൾ തന്നെ നബി തങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള സ്നേഹവും സന്തോഷവും പൂർണ്ണമായി തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നവരായിരുന്നു. സമ്പത്ത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരായിരുന്നു, ദീനിന് വേണ്ടി കൊടുക്കുന്നവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവാക്കൾക്ക് നല്ല ദിശാബോധവും പക്വതയും ഈമാനും കരുത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും സുരക്ഷിതരായി നല്ല കരുത്തുള്ള യൗവന തിളപ്പിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അള്ളാഹു അവർക്കെല്ലാം മഹത്തായ വലിയ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ മഹല്ലിൽ ഇസ്ലാമികമായ ധാരാളം നന്മകളിൽ മുന്നോട്ട് വന്നുകൊണ്ട് ഈ ദീനിൻ്റെ കൂടെ, ഈ പ്രവർത്തനത്തിൻ്റെ കൂടെ നിൽക്കാൻ ഒറ്റക്ക് നിന്ന് മാറി നിന്ന് ഒരുപാട് ആളുകൾ അവരവരുടേതായ ലോകത്ത് നിന്ന് വിമർശിക്കാനും ഒഴിഞ്ഞു നിന്നുകൊണ്ട് പലതും പറയാനും നൂറുകണക്കിന് ആളുകളുണ്ട്. ദീനി രംഗത്ത് പ്രവർത്തിക്കാനാണ് ആളില്ലാത്തത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൗത്യം മറന്ന് നമ്മളൊക്കെ ഓരോ മൂലകളിലേക്ക് മാറി നിന്നാൽ, ഒഴിഞ്ഞു നിന്നാൽ ഇവിടെ നശിപ്പിക്കുന്നത് ഒരു തലമുറയെയാണെന്ന കരുത്തുറ്റ ബോധം നമ്മൾ വളരേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കൂടെ നിൽക്കാൻ, ഈമാനോടെ മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വജസാകുമുല്ലാഹു ഖൈറാ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.